ഇനി നമുക്ക് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നോക്കാം. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ represents the expectation of the shareholders from a company. Or in a company. അതായത് ഷെയർ ഹോൾഡേഴ്സിന് കമ്പനിയിൽ നിന്ന് ഇത്ര റിട്ടേൺ കിട്ടുന്നുള്ള ഓരോ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും എക്സ്പെക്റ്റേഷനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ നേരത്തെ കേസ് പോലെയല്ല. ഡെപ്റ്റും അതുപോലെ തന്നെ നമ്മളുടെ പ്രിഫറൻസ് ഷെയറും പോലെയുള്ള ഇതല്ല. നമ്മൾ ഇത് ഓരോ ആൾക്കാർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഞാൻ വെക്കുന്ന എക്സ്പെക്റ്റേഷൻ ആയിരിക്കില്ല നിങ്ങൾ വെക്കുന്നത്. കാരണം ഞാനിപ്പം ഒരു 1 lakh ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ചിലപ്പോൾ റിട്ടേൺ വേണ്ടി വരും, ഒരു 10-20% റിട്ടേൺ വേണ്ടി വരും. അതായത് ഒരു 20,000 എങ്കിലും ഇയർലി കിട്ടണം എന്ന രീതിയിലായിരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ബട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് ചിലപ്പം ഒരു 30%, 30,000 1 lakh ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടണം എന്നുള്ള രീതിയിലായിരിക്കും. ഓരോരുത്തരുടെ എക്സ്പെക്റ്റേഷനും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഓരോരുത്തരുടെ എക്സ്പെക്റ്റേഷൻ ഡിഫറെൻ്റ് ആയതിനെ കൊണ്ട് തന്നെ നമുക്ക് ഇത് ഡിറ്റർമിൻ ചെയ്യുക എന്ന് പറയുന്നതും കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മളൊരു ആവറേജ് ആയിട്ടുള്ള കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ് എടുക്കാറ് കമ്പ്യൂട്ടേഷന്. അതായത് ആവറേജ് ആയിട്ടുള്ള പീപ്പിൾ എത്ര ഏകദേശം എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് എടുക്കാറ്. അപ്പം അത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് ഈ ഡിവിഡൻറ്റും അതുപോലെ തന്നെ നമ്മളുടെ ഡിവിഡൻറ്റ് പാസ്റ്റ് ആയിട്ടുള്ള ഡിവിഡൻറ്റും അതുപോലെ തന്നെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ, അതായത് നമ്മുടെ ഷെയറിൻ്റെ വാല്യൂ കൂടുന്നില്ലേ. ഇപ്പം ഷെയറിൻ്റെ വാല്യൂ 100 ഉള്ളത് എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഇപ്പം നമ്മളൊരു ഒരു ഫേമാണ് നമ്മൾക്കുള്ളത്, പാർട്ട്ണർഷിപ്പ് ഫേമാണ് ഉണ്ടെങ്കിൽ നമ്മൾ 1 lakh ഒരു 10 lakh ഇൻവെസ്റ്റ് ചെയ്തു. അതിന് നമുക്ക് റിട്ടേൺ എത്ര കിട്ടുന്നുണ്ട്? 1 lakh പ്രോഫിറ്റ് ഉണ്ട്. ഈ 1 lakh പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്യാം? എടുക്കാം. ഇതാണ് നമ്മളുടെ റിട്ടേൺ. ഇവിടുന്ന് കിട്ടുന്ന റിട്ടേൺ എത്രയാണ്? 1 lakh ആയിട്ടുള്ള ഈ പ്രോഫിറ്റാണ് നമുക്ക് കിട്ടുന്നത്. ഈ പ്രോഫിറ്റ് നമുക്ക് എടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ റെമ്യൂണറേഷൻ ഉണ്ടെങ്കിൽ അതും എല്ലാം കൂടിയാണ് നമ്മളുടെ റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ നമ്മളെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കിട്ടുന്ന അത്രയും എമൗണ്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇപ്പം 1 lakh കിട്ടുന്നതിന് ഒരു കോസ്റ്റ് ഓഫ് ഇക്വിറ്റി നോക്കുകയാണെങ്കിൽ 1 lakh ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നുണ്ടെങ്കിൽ 1 lakh ഡിവൈഡഡ് ബൈ 10 lakh. സോ ഒരു 10% ആണ് എന്ത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ബട്ട് ഈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇത് തന്നെ ആയിരിക്കുമോ? എത്രയാണോ റിട്ടേൺ കിട്ടുന്നത് അത്ര തന്നെ ആയിരിക്കില്ലല്ലോ നമുക്ക് ശരിക്കും ഷെയർ ഹോൾഡേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ. ഇതിപ്പോൾ നമുക്ക് ഒരു പാർട്ട്ണർഷിപ്പ് ഒക്കെ ആണെങ്കിൽ 1-2 പാർട്ട്നേഴ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ എക്സ്പെക്റ്റേഷൻ എത്രയാണെന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കമ്പ്യൂട്ട് ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത് 1 lakh പ്രോഫിറ്റ് ഉള്ളൂ. ബട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 3 lakh പ്രോഫിറ്റ് വേണമെന്നാണെങ്കിൽ 30% ആയിരിക്കും എന്ത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി വരുന്നത്. ബട്ട് ഇങ്ങനെ നമുക്ക് ഒരു പബ്ലിക് ലിസ്റ്റഡ് കമ്പനീൻ്റെ ഒന്നും ഒരു പബ്ലിക് കമ്പനീൻ്റെ ലിസ്റ്റഡ് കമ്പനീൻ്റെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അത്രയും ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫുള്ള് നമ്മൾ ഓരോരുത്തരോട് പോയി ചോദിക്കുമോ നിങ്ങളെ എക്സ്പെക്റ്റേഷൻ എത്ര ഉണ്ട് ഇങ്ങനെ ചോദിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതിനെ കൊണ്ടാണ് നമ്മളൊരു ആവറേജ് ആയിട്ടുള്ള കുറച്ച് മെത്തേഡ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കണ്ടെത്തുന്നു. നമ്മൾ പാസ്റ്റ് ട്രെൻഡ്സിൻ്റെയും അതുപോലെ തന്നെ ഇപ്പോഴുള്ള നമ്മളുടെ കമ്പനീൻ്റെ ഗ്രോത്ത് അതുപോലെ തന്നെ കമ്പനി നൽകുന്ന റിട്ടേൺ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കണ്ടെത്തുന്നത്. സോ ഈ രീതിയിലാണ് ശരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതാണ് ശരിക്കും കോസ്റ്റ് ഓഫ് ഇക്വിറ്റി വരുന്നത്. അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആണ് നമ്മളെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി വരുന്നത്. അതങ്ങനെ തന്നെയാണ്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടതും ഇറ്റ് ഈസ് ദ എക്സ്പെക്റ്റേഷൻ ഓഫ് ദ
ഷെയർ ഹോൾഡേഴ്സ്. അപ്പം നമുക്ക് ഇനി കമ്പനീസിൻ്റെ കേസിൽ നമ്മൾ എന്തൊക്കെ മെത്തേഡ്സിലൂടെയാണ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ഒരു കമ്പനി ആകുമ്പം കമ്പനിയിൽ കുറേ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിലൂടെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയാന്ന് നോക്കാം. അപ്പോൾ അതിനൊരു 6 മെത്തേഡ്സ് ഉണ്ട്. 6 മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് എന്ത് നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കണ്ടെത്തുന്നത്. ഒന്ന് ഡിവിഡൻ്റ് ആണ്, 2 ഏണിംഗ് ആണ്. ഈ ഡിവിഡൻറ്റിൽ സാധാ ഡിവിഡൻറ്റ് മെത്തേഡും അതുപോലെ തന്നെ കോൺസ്റ്റന്റ് ഗ്രോത്ത് ഉള്ളതും നോ ഗ്രോത്ത് അതുപോലെ തന്നെ ഗ്രോത്ത് ഉള്ളതും ഉണ്ടാവും, ഗ്രോത്ത് ഇല്ലാത്തതും ഉണ്ടാവും. നോ ഗ്രോത്ത് ഉള്ളതും. അതുപോലെ തന്നെ അടുത്തത് റിയലൈസ്ഡ് ഈൽഡ്, അതുപോലെ തന്നെ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മെത്തേഡ്, CAPM മെത്തേഡ്. ഇങ്ങനെ ഈ ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ആണ്. അതായത് ഡിവിഡൻഡ് പ്രൈസ് അപ്രോച്ച്. ഒന്നാമത്തേത് ഡിവിഡൻഡ് പ്രൈസ് അപ്രോച്ച് വിത്ത് കോൺസ്റ്റന്റ് ഡിവിഡൻഡ്. അതാണ് ഞാൻ പറഞ്ഞത് നോ ഗ്രോത്ത് ഒന്നും കൺസിഡർ ചെയ്യാത്തതാണ് ഡിവിഡൻഡ് പ്രൈസ് അപ്രോച്ച് വിത്ത് കോൺസ്റ്റന്റ് ഡിവിഡൻഡ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഡിവിഡൻഡ് പ്രൈസ് അപ്രോച്ച് വിത്ത് കോൺസ്റ്റന്റ് ഗ്രോത്ത് ഉള്ളത്. ഇത് കോൺസ്റ്റന്റ് ഡിവിഡൻഡ് ആണ്, കോൺസ്റ്റന്റ് ഡിവിഡൻഡ്. മറ്റേത് കോൺസ്റ്റന്റ് ഗ്രോത്ത്, കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രോത്ത് ഉള്ള കേസിലുള്ളത്. നെക്സ്റ്റ് ഏണിങ്സ് വെച്ചിട്ടുള്ളത് 2 ഉണ്ട്. ഏണിംഗ് പ്രൈസ് അപ്രോച്ച് വിത്ത് കോൺസ്റ്റന്റ് ഏണിങ്സ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള രീതി. നെക്സ്റ്റ് ഏണിംഗ് പ്രൈസ് അപ്രോച്ച് വിത്ത് ഗ്രോത്ത് ഇൻ ഏണിങ്സിൽ ഗ്രോത്ത് ഉള്ള അപ്രോച്ച്. അതായത് ഒന്ന് ഏണിങ്സ് വെച്ചിട്ട് നോക്കുന്നത്, ഒന്ന് ഡിവിഡൻഡ് വെച്ചിട്ട് നോക്കുന്നു, ഒന്ന് ഏണിങ്സ് വെച്ചിട്ട് നോക്കുന്നു. അതുപോലെ തന്നെ പിന്നെ അതിൽ തന്നെ ഒന്ന് ഗ്രോത്ത് കൺസിഡർ ചെയ്യുന്നു, മറ്റേത് ഗ്രോത്ത് കൺസിഡർ ചെയ്യുന്നില്ല. നെക്സ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് റിയലൈസ്ഡ് ഈൽഡ് അപ്രോച്ച്, അതുപോലെ തന്നെ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മെത്തേഡും. ഈ 6 മെത്തേഡ്സ് ആണ് നമുക്കുള്ളത്. ഇതെന്താണെന്ന് നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പം ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡിവിഡൻഡ് പ്രൈസ് അപ്രോച്ച് വിത്ത് കോൺസ്റ്റന്റ് ഡിവിഡൻഡ് നോക്കാം. ഇതെന്താണ് ഈ അപ്രോച്ച് പറയുന്നത്? ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരു കമ്പനിയിൽ നമുക്ക് ഷെയർ ഹോൾഡേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ നോക്കിയിട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യാറെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഡിവിഡൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു കമ്പനി എത്ര ഡിവിഡൻഡ് യൂഷ്വലി ഡിക്ലെയർ ചെയ്യുന്നു അതാണ് ഒരാളുടെ എക്സ്പെക്റ്റേഷൻ എന്നുള്ള രീതിയിലാണ് ഈ ഡിവിഡൻഡ് അപ്രോച്ച് പറയുന്നത്. അതായത് ഞാനിപ്പോൾ ഒരു കമ്പനിയിൽ റിലയൻസിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഒരു 10,000 റുപ്പീസാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ഒരു ഷെയറിൻ്റെ പ്രൈസ് 2,500 ആണ്.
ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് 2500 ഒന്നല്ല കേട്ടോ. അപ്പം 4 ഷെയർസ് ഉണ്ട്. ഒരു ഷെയറിന് 2500 ആണ് റേറ്റ്. അപ്പം റിലയൻസ് ഇയർലി ഡിവിഡൻഡ് ഒരു 100 റുപ്പീസ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നുണ്ട് വിചാരിച്ചോളൂ, കോൺസ്റ്റൻ്റ് ആയിട്ട്. അപ്പം അങ്ങനെ ഡിവിഡൻഡ് 100 റുപ്പീസ് ഡിക്ലെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം ഡിവിഡൻഡ് അപ്രോച്ച് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ എക്സ്പെക്റ്റേഷൻ നോക്കുന്നത്, കമ്പനി എക്സ്പെക്റ്റേഷൻ നോക്കുന്നതെന്ന് വെച്ചാൽ അതിന് എത്രയാണുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നോക്കുക. അല്ല, നമ്മളെ ഡിവിഡൻഡ് ആണെന്ത് എൻ്റെ എക്സ്പെക്റ്റേഷൻ ഡിവൈഡഡ് ബൈ എന്താണ് നമ്മൾ കൊടുക്കുക. ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ആയിട്ടുള്ള 2500 ആണോ കൊടുക്കേണ്ടത്? അല്ല, ഇപ്പം ഷെയറിന് വില എത്ര ഉണ്ട്? 3000 ആയി മാറി. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എത്ര ഉണ്ടായിരുന്നുള്ളൂ? 2500 ആണ്. ഇയർലി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ 3000 ആയിട്ടുള്ള ഈ മാർക്കറ്റ് വാല്യൂ ആണോ എടുക്കേണ്ടത്? അല്ല, ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത കോസ്റ്റാണ്, എൻ്റെ കോസ്റ്റാണ് ഞാൻ എടുക്കേണ്ടത്? നമ്മൾ നേരത്തെ മെത്തേഡ്സിലൊക്കെ കണ്ടത് നമ്മൾ കോസ്റ്റ് ആയിരുന്നു എടുത്തിരുന്നത്. അതായത് കോസ്റ്റ് അല്ല, നമ്മളെ കമ്പനിക്ക് കിട്ടുന്ന നെറ്റ് പ്രൊസീഡ്സ് ആയിരുന്നു നമ്മൾ എടുത്തിരുന്നത്. ബട്ട് ഇത് നമ്മളെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിട്ടേൺ ആണ്. ഇത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ ആണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. സോ ഇപ്പോഴത്തെ നമ്മൾ നോക്കൽ എങ്ങനെയാണ്? ഇപ്പോൾ ഒരാൾ സ്റ്റോക്ക് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പം ഉള്ള അതിൻ്റെ പ്രൈസാണ് നോക്കുക, അല്ലാതെ ഫേസ് വാല്യൂയിലേക്കല്ല നോക്കുക. ഇതിൻ്റെയൊക്കെ ഫേസ് വാല്യൂ ചിലപ്പം 10 അല്ലെങ്കിൽ 1 ഒക്കെ ഉണ്ടാവുള്ളൂ. ബട്ട് ഈ ₹1 ഷെയറിന് ഞാനിപ്പോൾ ഒരു 3000 ഷെയർ വാങ്ങിയാൽ എൻ്റെ ഷെയർ 10 ഷെയറാണ്. അതിനാണ് എനിക്ക് ഒരു ₹100 ഡിവിഡൻഡ് കിട്ടണമെന്നാണോ പറയുക? അല്ലെങ്കിൽ ഞാൻ 3000 കൊടുത്തിട്ട് ഒരു ഷെയർ വാങ്ങിയിട്ടുണ്ട്, അപ്പോൾ ആ ഷെയറിന് എനിക്ക് 100 റുപ്പീസ് കിട്ടുന്നുണ്ട് എന്നാണോ പറയുക? രണ്ടാമത്തെ കേസല്ലേ പറയാം. 3000 നമ്മൾ കൊടുത്തിട്ട് 100 റുപ്പീസ് ഡിവിഡൻഡ് കിട്ടുന്നുണ്ട് എന്നാണ് പറയുക. കാരണം ഈ ഫേസ് വാല്യൂ അല്ല നമ്മൾ കൺസിഡർ ചെയ്യുക. ഒരു പേഴ്സൺ നോക്കുമ്പോൾ, പുറത്തുനിന്നുള്ള ആൾ നോക്കുമ്പോൾ എങ്ങനെയാണ്? നമ്മളുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് നോക്കിയിട്ടാണ് നമ്മൾ ഡിസിഷൻസ് എടുക്കുക. നമ്മൾ ഒരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടതെന്നുള്ളത് നോക്കുക ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് നോക്കിയിട്ടാണ്. അല്ലാതെ മുന്നുണ്ടായിരുന്ന മാർക്കറ്റ് പ്രൈസോ അല്ലെങ്കിൽ നമ്മളുടെ ഫേസ് വാല്യൂ നോക്കിയിട്ടല്ല. കാരണം അപ്പോഴുള്ള ആ ഫേസ് വാല്യൂ വെച്ചിട്ട് നമുക്ക് ആ പൈസക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് കൊടുത്തിട്ടേ നമുക്ക് വാങ്ങാൻ കഴിയുള്ളൂ. അപ്പം അതിനെ കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡിവിഡൻഡ് ഈ ഷെയറിൻ്റെ കേസിൽ വരുമ്പോൾ നമ്മൾ മാർക്കറ്റ് പ്രൈസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. സോ മാർക്കറ്റ് പ്രൈസ് ആയിട്ടുള്ള എത്രയാണ്? 3000 ആണ് മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസ് നമ്മൾ എന്താണ് നോക്കേണ്ടത്? മാർക്കറ്റ് പ്രൈസ്, ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് ആണ് നോക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഡിവിഡൻഡും വെച്ചിട്ട് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? എക്സ്പെക്റ്റേഷൻസ് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? കോസ്റ്റ് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ 100 ഡിവൈഡഡ് ബൈ 3000 ഈക്വൽ ടു 3.33% ആണ് എന്ത് നമ്മളുടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി വരുന്നത്. ഈ മെത്തേഡ് കുറച്ച്
നമ്മൾ സാധാരണ ക്വസ്റ്റ്യനിലൊക്കെ ഒരു മെത്തേഡും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഈ മെത്തേഡോ അല്ലെങ്കിൽ ഡിവിഡൻഡ് ഗ്രോത്ത് മെത്തേഡ് ഉണ്ട്, ആ മെത്തേഡോ അതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഡിവിഡൻഡ് ഗ്രോത്തും അതുപോലെ തന്നെ ഏണിങ്സ് അടുത്ത അപ്രോച്ച് ആയിട്ടുള്ള ഏണിങ്സ് മെത്തേഡും, അത് രണ്ടും യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങൾ ഈ മെത്തേഡ് തന്നെ ആണ് ഒരു ഡിഫാൾട്ടായിട്ട് ICI യൂസ് ചെയ്യാറ് കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ഫോർമുലാസ് നോക്കാം. ഡിവിഡൻഡ് പ്രൈസ് അപ്രോച്ച് വിത്ത് കോൺസ്റ്റന്റ് ഡിവിഡൻഡ് ആണ് നമ്മളുടെ അപ്രോച്ച് വരുന്നത്. ഇൻവെസ്റ്റർ അസംഷൻ എന്താണ്? ഇൻവെസ്റ്റർ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ക്യാഷ് ഡിവിഡൻഡ്, ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ് ഓൺലി dividends distributed, profits only distributed, profits only dividends are paid. അതായത് പ്രോഫിറ്റ്സ് ഫുള്ള് ഡിവിഡൻഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്ന കമ്പനീസ് ആണെങ്കിൽ അങ്ങനത്തെ കേസിലാണ് എന്ത് സ്യൂട്ടബിൾ ഫോർ സ്റ്റേബിൾ ഇൻകം ആൻഡ് സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി വിത്ത് നോ ടാക്സ് എഫക്റ്റ്. കമ്പനീസ് വിത്ത് നോ ടാക്സ് എഫക്റ്റ്, നമ്മൾ ടാക്സ് എഫക്റ്റ് നോക്കാതെയാണ് ഇത് ചെയ്യുന്നത്. ഡിവിഡൻഡ് ടാക്സ് ആണ് പറയുന്നത്. ഡിവിഡൻഡ് ടാക്സ് മീൻസ് നമുക്ക് കിട്ടുമ്പോൾ ഈ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു അതർ ഇൻകമാണ്. ഈ അതർ ഇൻകത്തിൽ നിങ്ങൾ ഇൻകം ടാക്സ് പഠിച്ചിട്ടുണ്ടാവും. അതർ ഇൻകം നമുക്ക് ടാക്സബിൾ ആണ്. അപ്പോൾ ഈ ടാക്സബിൾ ഇത് നമ്മളെന്താണ് ഷെയർ ഹോൾഡറിലെ എക്സ്പെക്റ്റേഷൻ അല്ലേ. അപ്പോൾ ഷെയർ ഹോൾഡറുടെ എക്സ്പെക്റ്റേഷൻ നോക്കുമ്പം ഈ ടാക്സും കൂടി കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ ശരിക്ക് ഷെയർ ഹോൾഡറിന് ഇതിൻ്റെ കൂടെ ടാക്സും കൂടി വരും, എന്നിട്ടുള്ളത് ഷെയർ ഹോൾഡറിന് കിട്ടുന്നുള്ളൂ. അപ്പം അതല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ നേരെ ടാക്സ് കൺസിഡർ ചെയ്യാതെ നേരെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ മെത്തേഡ്. അപ്പോൾ നമ്മളെ ഇക്വേഷൻ വരുന്നത് ഡിവിഡൻഡ് ബൈ P0 എന്നാണ്. അതായത് ഞാനിപ്പോൾ പറഞ്ഞത് ഇത് തന്നെയാണ്. ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ P0. ഈ ഡിവിഡൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഡിവിഡൻഡിനെ പറ്റിയല്ലല്ലോ ആലോചിക്കുക, ഇനി വരാൻ പോകുന്ന ഡിവിഡൻഡ് നോക്കിയിട്ടല്ലേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ ഇപ്പോൾ കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ചില ഷെയർസിൽ, അതായത് ചെറിയ ഷെയർസ് ഉണ്ടാവുമല്ലോ, ഒരുപാട് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന ഷെയർസിൽ നമ്മൾ കുറേ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം ആ ടൈമിൽ ഷെയറിൻ്റെ വാല്യൂ നല്ലോണം കൂടുകയും ചെയ്യും. അപ്പോൾ അത് നമ്മൾ വരാൻ പോകുന്ന ഡിവിഡൻഡിനെ നോക്കിയിട്ടാണ്. സോ ഇത് ഡിവിഡൻഡ് D1 ആണ്. D1 ഓർ നമ്മളുടെ ഇയർ എൻഡിൽ വരാൻ പോകുന്ന ഡിവിഡൻഡ്. നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഇയർ എൻഡിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇയർ എൻഡിൽ വരാൻ പോകുന്ന ഡിവിഡൻഡാണ് ഇത് എന്ന് പറഞ്ഞാൽ കറണ്ട് പ്രൈസാണ്. ഇപ്പം മാർക്കറ്റിൽ എത്രയാണോ പ്രൈസ് അതാണ് P0 എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഡിവിഡൻഡ് നമ്മളുടെ ഇയർ എൻഡിലെ ഡിവിഡൻഡ്. ഇക്വേഷൻ എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ P0, അതായത് നമ്മളുടെ ഇയർ എൻഡിൽ വരാൻ പോകുന്ന ഡിവിഡൻഡ് ഡിവൈഡ് ബൈ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ്. നമ്മളിപ്പം മാർക്കറ്റ് പ്രൈസിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ഇയർ എൻഡിൽ ഇത്ര ഡിവിഡൻഡ് കിട്ടും എന്നാണ് ഷെയർ ഹോൾഡർ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം അതാണ് ഷെയർ ഹോൾഡറിൻ്റെ എക്സ്പെക്റ്റേഷൻ ആണ് നമ്മുടെ കമ്പനീൻ്റെ കോസ്റ്റ് വരുന്നത്. അപ്പോൾ അത്രയാണ് ഡിവിഡൻഡ് മോഡലുള്ളത്. ഡിവിഡൻഡ് മോഡൽ ഇനി ഈ നോട്ട്സൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇനി നെക്സ്റ്റ് ഡിവിഡൻഡ് പ്രൈസ് അപ്രോച്ച് വിത്ത് കോൺസ്റ്റന്റ് ഗ്രോത്ത്. ഇത് എന്താണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നത് അതേപോലെ തന്നെ ഡിവിഡൻഡ് മോഡലിലേക്ക് ഒന്ന് ഗ്രോത്ത് കൂടി അപ്ലൈ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ.
ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ d1 ഡിവൈഡ് ബൈ P0 പ്ലസ് ജി. ഈ ജി ആണ് ഗ്രോത്ത് റേറ്റ്. അതുപോലെ തന്നെ ഈ D1 എന്ന് പറഞ്ഞാൽ ഇയർ എൻഡിലെ ഡിവിഡൻഡ്. P0 എന്ന് പറഞ്ഞാൽ കറണ്ട് മാർക്കറ്റ് പ്രൈസ്. അതായത് ഈ കേസിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇയർ വരാൻ പോകുന്ന ഇയർ ഡിവിഡൻഡ് ഒരു 5 റുപ്പീസാണ്. നമ്മുടെ ഈ കേസ് നോക്കുമ്പോൾ റിലയൻസിൽ ശരിക്കും റിലയൻസ് ഒന്നും അത്ര ഡിവിഡൻഡ് കൊടുക്കാറില്ല. ഞാൻ വെറുതെ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പം ഡിവിഡൻഡ് 100 ആണ്. അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ 3000 ആണ് ഇപ്പം കറണ്ട് പ്രൈസ് ഉള്ളത്. സോ ഇനി ഗ്രോത്ത് എത്രയാണ്? ഗ്രോത്ത് 10% ആണെന്ന് വിചാരിച്ചോളൂ. ഓരോ ഇയറും 10% ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നു ഡിവിഡൻഡിൽ. അപ്പം അടുത്ത ഇയറിലെ ഡിവിഡൻഡ് എത്ര ആയിരിക്കും? 110 ആയിരിക്കും. അതിൻ്റെ അടുത്ത ഇയർ 121 ആയിരിക്കും. അങ്ങനെ ഓരോ ഇയർ വെച്ച് ഗ്രോത്ത് 10% ഉണ്ടാവും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇക്വേഷൻ വരുന്നതെന്ന് വെച്ചാൽ ഡിവിഡൻഡ് 100 ഡിവൈഡഡ് ബൈ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 3000 പ്ലസ് 10% ഈക്വൽ ടു 100/30 3 സംതിങ് ആയിരുന്നല്ലോ. 3.33% പ്ലസ് 10% ഈസ് ഈക്വൽ ടു 13% ആയിരിക്കും നമ്മളുടെ ഒരു റിട്ടേൺ എന്ന് പറയുന്നത്. ഈ ഇൻവെസ്റ്റർക്ക് കിട്ടുന്ന എക്സ്പെക്റ്റഡ് റിട്ടേൺ അതായത് 13% ആയിരിക്കും. കോൺസ്റ്റന്റ് ഗ്രോത്ത് ആയിട്ട് 10% വെച്ച് കൂടുന്നുണ്ടെങ്കിൽ അത്രയായിരിക്കും അയാൾക്ക് കിട്ടുന്ന റിട്ടേൺ. സോ ഈ നമ്മളുടെ സാധാ ഡിവിഡൻഡ് അപ്രോച്ച് തന്നെയാണ്. അതിലേക്ക് എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഡിവിഡൻഡിൻ്റെ ഗ്രോത്ത് കൂടി നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഡിവിഡൻഡ് ഗ്രോത്ത് മോഡലായി. അപ്പോൾ നമ്മൾ രണ്ട് മോഡൽസ്, ഡിവിഡൻഡ് പ്രൈസ് അപ്രോച്ചും അതുപോലെ തന്നെ ഡിവിഡൻഡ് പ്രൈസ് അപ്രോച്ച് വിത്ത് കോൺസ്റ്റന്റ് ഗ്രോത്തും മോഡലും, രണ്ട് അപ്രോച്ചസ് നമ്മൾ കണ്ടു. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം ഒന്നുകൂടി ഡീറ്റെയിൽ നമുക്ക് കുറച്ചുകൂടി നോക്കാം. അപ്പോൾ ഇതിൻ്റെ കോൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായോ? ഇനി നെക്സ്റ്റ് നോക്കാം നമുക്ക്. നെക്സ്റ്റ് മെത്തേഡ് ഏർണിംഗ് പ്രൈസ് അപ്രോച്ച് വിത്ത് കോൺസ്റ്റന്റ് ഏർണിങ്സ്. നമ്മളിപ്പോൾ നേരത്തെ എന്താ നോക്കിയത്? ഡിവിഡൻഡ് പ്രൈസ് അപ്രോച്ച് വിത്ത് കോൺസ്റ്റന്റ് ഡിവിഡൻഡ് അതുപോലെ തന്നെ ഗ്രോത്ത് മോഡലും. ഇത് രണ്ടിലും എന്താണ് നമ്മൾ ഡിവിഡൻഡിനാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് നമ്മളുടെ ഏർണിങ്സ് ഫുള്ള് ഡിവിഡൻഡ് ആയിട്ട് അല്ലെങ്കിൽ ഏർണിങ്സിൻ്റെ ഒരു മിക്കവാറും ഡിവിഡൻഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്ന കമ്പനീസിൽ അല്ലെങ്കിൽ ഒരു സ്മോൾ കമ്പനീസ് ആയിരിക്കും അങ്ങനത്തെ കമ്പനീസ്. ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഏതിനാണ് സ്യൂട്ടബിൾ എന്ന്. സ്യൂട്ടബിൾ ഫോർ സ്റ്റേബിൾ ഇൻകം ആൻഡ് സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി, ടാക്സ് എഫക്റ്റ് നോട്ട് കൺസിഡേർഡ്. അതായത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകം ഉള്ള കമ്പനീസിനും അതുപോലെ തന്നെ സ്റ്റേബിൾ ആയിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനീസിനും. അതായത് ഇയർലി ഒരേ ഡിവിഡൻഡ് ആണ് കൊടുക്കുന്നതെങ്കിൽ ആണ് ഡിവിഡൻഡ് പ്രൈസ് അപ്രോച്ച് വിത്ത് കോൺസ്റ്റന്റ് ഡിവിഡൻഡ് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഡിവിഡൻഡ് പ്രൈസ് അപ്രോച്ച് വിത്ത് കോൺസ്റ്റന്റ് ഗ്രോത്ത് നമ്മൾ നോക്കുമ്പോൾ സ്യൂട്ടബിൾ ഗ്രോത്ത് കമ്പനീസ് ഫോക്കസസ് ഓൺ ഗ്രോത്ത് suitable for growth companies focus on dividend and internal financing. അതായത് നമ്മളെ ഗ്രോത്ത് ഫോക്കസ് ചെയ്യുന്ന കമ്പനീസിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്താണ്? ഡിവിഡൻഡ് പ്രൈസ് അപ്രോച്ച് വിത്ത് കോൺസ്റ്റന്റ് ഗ്രോത്ത് ഉള്ള കമ്പനീസിൽ ഗ്രോത്തും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അതാണ് അതിൻ്റെ കോൺസെപ്റ്റ് വരുന്നത്. അപ്പം ഈ രണ്ട് അപ്രോച്ചസും ആണ് ഉള്ളത്. ഇത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഇത് നമുക്ക് ഇക്വേഷൻ എങ്ങനെയാണ് വന്നത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക്
ഏണിംഗ് പ്രൈസ് അപ്രോച്ച് നോക്കാം. ഇത് നിങ്ങൾ നേരത്തെ അതേ ക്വസ്റ്റ്യൻ്റെ അതേപോലെ തന്നെയാണ്, വേറെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഡിവിഡൻഡിന് പകരം എന്താവും, EPS ആയി മാറും, ഏർണിങ്സ് പെർ ഷെയർ ആയി മാറും. നമുക്ക് ഇക്വേഷൻ നോക്കാം. K is equal to EPS divided by P0. P0 എന്ന് പറഞ്ഞാൽ എന്താണ്, കറണ്ട് പ്രൈസ്, ഇപ്പോൾ ഉള്ള കറണ്ട് ആയിട്ടുള്ള മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്നുള്ളത് അതാണ് P0. അതുപോലെ തന്നെ EPS എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് EPS, ഏർണിങ്സ് പെർ ഷെയർ. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. ഏർണിങ്സ് പെർ ഷെയർ എന്താണ്, അതായത് ഒരു ഷെയറിന് കിട്ടുന്ന ഏർണിങ്സ്. ഇതെന്താണ്, ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ചെയ്താലാണ് എന്ത് കിട്ടുക, EPS കിട്ടുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നുള്ളൂ. അപ്പം EPS ഡിവൈഡഡ് ബൈ P0. നമ്മളിവിടെ എന്താണ് ചെയ്തത്, മറ്റേ ഡിവിഡൻഡ് അപ്രോച്ചിൽ എന്താണ് ചെയ്തത്, ഡിവിഡൻഡ് അപ്രോച്ചിൽ നമ്മൾ ഡിവിഡൻഡിനായിരുന്നു മുകളിൽ കൊടുത്തത്. അതായത് ഡിവിഡൻഡ് ആണെന്ത്, ഷെയർ ഹോൾഡർ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം, ഈ ഡിവിഡൻഡ് കിട്ടുമല്ലോ എന്നുള്ളതാണ് എന്ത്, ഷെയർ ഹോൾഡറിൻ്റെ എക്സ്പെക്ടേഷൻ. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ എത്രയാണ് KE വരുന്നത് എന്നുള്ളതാണ് അത്. ഇതുപോലെ തന്നെ ഇനി ഈ കേസിൽ ഷെയർ ഹോൾഡർ എക്സ്പെക്ട് ചെയ്യുന്നത് ഡിവിഡൻഡ് മാത്രമല്ല, അതായത് ഏർണിങ്സ് പെർ ഷെയർ, എത്രയാണ് കമ്പനി ഏൺ ചെയ്യുന്നത്, അത് ബേസ് ചെയ്തിട്ടാണ് എന്ത് ഷെയർ ഹോൾഡർ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ EPS എക്സ്പെക്ട് ചെയ്യുമ്പോൾ EPS ഡിവൈഡ് ബൈ കറണ്ട് മാർക്കറ്റ് പ്രൈസ്, ഡിവിഡൻഡ് എക്സ്പെക്ട് ചെയ്യുമ്പോൾ ഡിവിഡൻഡ് ഡിവൈഡ് ബൈ കറണ്ട് മാർക്കറ്റ് പ്രൈസ്. ഇനി അതിൽ ഗ്രോത്ത് ഉണ്ടെങ്കിൽ പ്ലസ് ഗ്രോത്ത് റേറ്റും കൂടി അപ്ലൈ ചെയ്തെടുത്താൽ ഇക്വേഷനായി ഇടി. ഇപ്പം നമ്മൾ ഒരു കമ്പനിക്ക് EPS എത്ര ഉണ്ട്, 100 rupees ഉണ്ട്. ആ കമ്പനീൻ്റെ ഷെയർ പ്രൈസ് എത്രയാണ്, ഷെയർ പ്രൈസ് 1000 rupees ആണ്. സോ KE എത്രയാണെന്ന് ചോദിച്ചാൽ എങ്ങനെ കിട്ടും, 100 ഡിവൈഡ് ബൈ ഈ EPS കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റ് EPS. ഈ EPS ഇനി വരാൻ പോകുന്ന ഇയേഴ്സിലൊക്കെ 100 rupees ആണെന്ന് ഉള്ള അസംഷനിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം അങ്ങനത്തെ കേസിൽ മാത്രമാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുക. അല്ലാത്ത കേസിൽ ഗ്രോത്ത് വരുന്ന കേസസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം, EPS ഡിവൈഡ് ബൈ അതിൻ്റെ പ്രൈസ് പ്ലസ് എത്രയാണോ ഗ്രോത്ത് വരുന്നത് ആ ഗ്രോത്തും കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. EPS ഡിവൈഡ് ബൈ 1000 ഇസ് ഈക്വൽ ടു 10% ആണ് എന്ത് വരുന്നത്, നമ്മളുടെ KE വരുന്നത്. അപ്പം കോസ്റ്റ് ഓഫ് ഇക്വിറ്റി 10% വരും. അപ്പം ഇപ്പോൾ EPS എത്രയാണെന്ന് നോക്കുക. അതുപോലെ തന്നെ EPS ഡിവൈഡ് ബൈ P0, അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസ്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് വെച്ച് എന്തുകൊണ്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് വെച്ചാൽ, നമ്മളൊരു ഷെയർ ആണ് നോക്കുന്നത്. ഷെയർ എപ്പോഴും നമ്മൾ ഈ കറണ്ട് സിറ്റുവേഷനിലുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുക. കാരണം അത് ലിസ്റ്റഡ് ആയിരിക്കും. ലിസ്റ്റഡ് ഷെയർസ് അധികവും നമ്മൾ FM-ൽ ലിസ്റ്റഡ് കമ്പനീസിനെ പറ്റിയും ലിസ്റ്റഡ് ഷെയർസിനെ പറ്റിയും അങ്ങനത്തെ കാര്യങ്ങളാണ് കുറച്ചുകൂടി പറയുന്നത്. അപ്പം അത് വെച്ചൊന്ന് തിങ്ക് ചെയ്താൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നെക്സ്റ്റ് അപ്രോച്ച് ഏർണിങ്സ് പ്രൈസ് അപ്രോച്ച് വിത്ത് ഗ്രോത്ത് ഏർണിങ്സ്. ഗ്രോത്തിന് ഏർണിങ്സിൽ ഗ്രോത്ത് ഉള്ള അപ്രോച്ച്. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ എന്താണോ ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ആലോചിച്ചാൽ തന്നെ കിട്ടും. KE is equal to EPS divided by P0 plus G. ഇതാണ് ഇക്വേഷൻ വരുന്നത്. P0 എന്താണ്, P0 എന്ന് പറഞ്ഞാൽ
കറണ്ട് മാർക്കറ്റ് പ്രൈസ്, EPS, നമ്മുടെ EPS ഗ്രോത്ത് എത്രയാണോ, ഗ്രോത്ത് ഇൻ ഏർണിങ്സ് എത്രയാണോ അതാണ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ്, ഇതാണ് EPS ഏർണിംഗ് പ്രൈസ് അപ്രോച്ച് വിത്ത് ഗ്രോത്ത് ഇൻ ഏർണിങ്സ് അപ്രോച്ചിൽ നമ്മൾ ചെയ്യുന്നത്. ഇതിനൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. നമ്മൾ ഓരോ അപ്രോച്ചിൻ്റെയും ഇനി ഏർണിംഗ് പ്രൈസ് അപ്രോച്ചിൻ്റെ പെർസ്പെക്റ്റീവ്സ് നോക്കാം. Investor is interested in EPS and market price of shares. Whether or not such EPS fully paid up or not, this is inverse of PE ratio. So K is equal to 1 by PE ratio. Okay. എന്താ പറയുന്നത് വെച്ചാൽ PE റേഷ്യോ എന്ന് പറഞ്ഞിട്ട് ഒരു റേഷ്യോ ഉണ്ട്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മിക്കവാറും. നമ്മൾ PE റേഷ്യോ ഒരു സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ PE റേഷ്യോ നോക്കിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം ഈ PE റേഷ്യോ എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ EPS ആണ്, ഏർണിംഗ് പ്രൈസ് പെർ ഷെയർ. ഇപ്പോൾ നമ്മളുടെ ഒരു കമ്പനിക്ക് മാർക്കറ്റ് പ്രൈസ് എത്ര ഉണ്ട്, ഒരു 100 rupees ഉണ്ട്. അതിന് ഏർണിങ്സ് 10 rupees ആണെങ്കിൽ അതിൻ്റെ PE റേഷ്യോ വരുന്നത് 10 ആണ്. ഓക്കെ, ഈ 10 PE റേഷ്യോ വരുന്നതിനെ കൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ 10 rupees ഏൺ ചെയ്യുന്ന കമ്പനി, 10 rupees ഇയർലി ഏൺ ചെയ്യുന്ന കമ്പനിയാണ്. അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഇപ്പോൾ എത്ര ഉണ്ട്, അതിൻ്റെ 10 times ആണ് അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഉള്ളത്. അതാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൗ മച്ച് times is the market price of share to EPS. EPSൻ്റെ എത്ര മടങ്ങാണ് എന്ത് നമ്മളുടെ മാർക്കറ്റ് പ്രൈസ് എന്നുള്ളതാണ് എന്ത് PE റേഷ്യോയിലൂടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മൾ എപ്പോഴാണ് നോക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അപ്പം സ്റ്റോക്കിൽ നമ്മൾ ഏത് ആപ്പിൽ പോയാലും അതിൽ കാണാം കുറച്ച് അനലൈസിസ് ഉണ്ടാവും. അതുപോലത്തെ സിറോദ അങ്ങനത്തെ ആപ്പിലൊക്കെ നമ്മൾ ഓരോ സ്റ്റോക്കിൻ്റെ അണ്ടറിലും ഒരു റിലയൻസ് തന്നെ എടുക്കാം. റിലയൻസിൻ്റെ ഒരു ഷെയർ ഉണ്ട്. ഈ ഷെയറിൻ്റെ EPS എത്രയാണ്, EPS ഒരു 120 ആണ്. അതുപോലെ തന്നെ അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ 120 ഉണ്ടാവില്ല, ഒരു 50, ഒരു 100 കിടന്നോട്ടെ. മാർക്കറ്റ് പ്രൈസ് ഒരു 3000 ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അതിൻ്റെ ഇപ്പം കറൻ്റ്ലി ഇത്ര പ്രൈസ് ഉണ്ട്. ഇപ്പം PE റേഷ്യോ നോക്കുമ്പോൾ എത്രയാണ്, PE റേഷ്യോ നോക്കുമ്പോൾ 3000 ഡിവൈഡഡ് ബൈ 100. 30 ആണ് എന്ത് PE റേഷ്യോ വരുന്നത്. ഈ PE റേഷ്യോ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ, ഈ PE റേഷ്യോ നമ്മൾ ഇതേ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന അടുത്ത മറ്റ് കമ്പനീസ് ഉണ്ടാവും. ഇപ്പം റിലയൻസ് എന്ത് കമ്പനിയാണ്, റിലയൻസ് ടെലികമ്മ്യൂണിക്കേഷൻ അങ്ങനത്തെ ഒരുപാട് ബിസിനസ്സുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ അതുപോലത്തെ ബിസിനസ്സുള്ള ഏതെങ്കിലും ഒരു ITCയോ അതുപോലത്തെ ഏതെങ്കിലും ഒരു കമ്പനി എടുക്കും, അതിൻ്റെ EPS അതിൻ്റെ PE റേഷ്യോ എത്രയാണെന്ന് നോക്കും. അല്ല, ഒരു ഇൻഡസ്ട്രിയിൽ ആവറേജ് PE റേഷ്യോ എത്രയുണ്ട് എന്ന് നോക്കും. ഇതെല്ലാം നിങ്ങൾക്ക് എവിടെ തന്നെ കാണാം, സ്റ്റോക്കിൻ്റെ ബ്രോക്കറുടെ ആപ്പിൽ തന്നെ നിങ്ങൾക്ക് കാണാം. ഈ ഗ്രോയിലാണെങ്കിലും സിറോയിലാണെങ്കിലും ഇൻഡസ്ട്രി PE റേഷ്യോ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഓരോ സ്റ്റോക്കിൻ്റെ അണ്ടറിലും തന്നെ കാണാം. അപ്പോൾ PE റേഷ്യോ ഒരു 25 ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻഡസ്ട്രിയിലുള്ള ഷെയർസിൻ്റെ വാല്യൂ ഒരു 25
ടൈംസ് ആണ് ഏണിങ്സിനേക്കാളും ഉള്ളത്. ബട്ട് റിലയൻസിൻ്റെ ഷെയറിൻ്റെ വാല്യൂ 30 ടൈംസ് അധികമാണ് ഏണിങ്സിനേക്കാളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഷെയർ കുറച്ച് ഓവർ വാല്യൂഡ് ആണെന്ന് നമുക്ക് പറയാം. ഈ ഷെയർ ചിലപ്പം ഇത്ര ഇനി വാല്യൂ കൂടാൻ ചാൻസ് കുറവാണെന്നോ അങ്ങനെ നമുക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ ബിഹൈൻഡ് റീസൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കി ഫണ്ടമെൻ്റൽസ് നോക്കുകയാണെങ്കിൽ റിലയൻസിൻ്റെ ഫണ്ടമെൻ്റൽസ് എങ്ങനെയുണ്ട്, ഇനി ഗ്രോത്തിലേക്ക് പോകുന്നുണ്ടോ, അതുപോലെ തന്നെ ഇനി ഷെയർ പ്രൈസ് കൂടാൻ ചാൻസ് ഉണ്ടോ, മറ്റ് ഫാക്ടേഴ്സൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നോക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഇല്ല ഇനി അധികം പോകാനൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുകയാണെങ്കിൽ, അപ്പോൾ പി റേഷ്യോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നോക്കുകയാണെങ്കിൽ 25 ഉള്ളൂ എന്ത് സാധാ ഇൻഡസ്ട്രിയിലുള്ളത്, ബട്ട് റിലയൻസിൻ്റെ 30 ഉണ്ട്. അപ്പം ഇതെന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഈ 25 വന്ന് എത്താൻ ചാൻസ് ഉണ്ട് നമുക്കൊരു ഒരു നിഗമനത്തിലെത്താം. അപ്പം അങ്ങനെ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഷെയർ സെല് ചെയ്യും. അപ്പം അങ്ങനെ ചിലപ്പം ഷെയറിൻ്റെ വാല്യൂ കുറഞ്ഞെന്ന് വരാം, ചിലപ്പോൾ അതേ വാല്യൂയിൽ തന്നെ നിന്നെന്ന് വരാം. അപ്പോൾ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റിയ ഈ പി റേഷ്യോ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റിയതാണ്. കാരണം ഇത് നമ്മൾ അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്സിനെ റെക്കഗ്നൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഇപ്പം ഇത് നേരെ മറിച്ച് ഒരു 10 പി റേഷ്യോ ഉള്ള സ്റ്റോക്സ് ആണെങ്കിൽ ഈ പി റേഷ്യോ 10 ഉള്ള സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്, അണ്ടർ വാല്യൂഡ് ആണ്. അതിന് 1 റുപ്പി ഏണിങ്സ് ചെയ്യണതിന് അതിൻ്റെ വാല്യൂ 10 റുപ്പീസേ ഉള്ളൂ മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എന്താണ്, മറ്റുള്ള നമ്മളെ ഇൻഡസ്ട്രിയിൽ 25 ടൈംസ് ആണ് എന്ത് പി റേഷ്യോ ഉള്ളത്, ബട്ട് നമ്മുടെ ഷെയറിന് 10 ഉള്ളൂ. അപ്പോൾ ഇതിനി 25 മാറാൻ ചാൻസ് ഉണ്ടെന്നുള്ള നമുക്കൊരു അനുമാനത്തിലെത്താം. അപ്പോൾ സോ നമ്മൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഷെയർ വാങ്ങിയിട്ട് ഇതിൻ്റെ ബാക്കി ഫണ്ടമെൻ്റൽസും കൂടി നോക്കുമ്പോൾ ഷെയർ കുറച്ചുകൂടി നല്ല ഷെയർ ആണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ പി റേഷ്യോ വെച്ചിട്ട് വാങ്ങിയാൽ കുറച്ചുകൂടി ആ പി റേഷ്യോയിലേക്ക് നമ്മൾ എത്താൻ ചാൻസ് ഉണ്ട്. സോ അതിൻ്റെ പ്രൈസ് കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് റേഷ്യോ ആണ് പി റേഷ്യോ. അപ്പോൾ ഈ പി റേഷ്യോ എന്താണെന്ന് വെച്ചാൽ എന്താ മനസ്സിലായിട്ടുണ്ടാവും, MPS മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ ഏണിങ്സ് പെർ ഷെയർ. അപ്പോൾ ഈ പി റേഷ്യോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഏണിങ്സ് EPS അപ്രോച്ച് നമുക്ക് ഏണിംഗ് പ്രൈസ് അപ്രോച്ച് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. ഏണിങ്സ് പ്രൈസ് അപ്രോച്ചിലൂടെ KE കണ്ടുപിടിക്കാം. അപ്പോൾ ഈ പി റേഷ്യോൻ്റെ ഇക്വേഷൻ എന്താണ്, മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഡിവൈഡ് ബൈ EPS ആണെന്ത് പി റേഷ്യോ. ഇത് നേരെ അങ്ങ് തിരിച്ചിട്ടാൽ എന്താ, EPS ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഈക്വൽ ടു എന്താണ്, ഇത് തന്നെയാണ് എന്ത് നമ്മളുടെ KE. വിച്ച് മീൻസ് ഈ പി റേഷ്യോനെ നമ്മൾ റെസിപ്രോക്കലാക്കി നേരെ തിരിച്ചിട്ടാൽ എന്ത് കിട്ടും, KE കിട്ടും. 1/P റേഷ്യോ ഈക്വൽ ടു KE. അങ്ങനെ നമുക്ക് ലാസ്റ്റ് അങ്ങനെ ഒരു ഇതിലേക്ക് എത്താം. കാരണം EPS ബൈ MPS ആണ് KE, MPS ബൈ EPS ആണ് എന്ത് പി റേഷ്യോ. അപ്പം നേരെ തിരിച്ചിട്ടാൽ എന്തായി, സാധനം കിട്ടി. അപ്പം ഒരു ഐറ്റത്തിനെ റെസിപ്രോക്കലായിട്ട് അതായത് നേരെ തിരിച്ചിടാൻ എന്ത് ചെയ്താൽ മതി, 1/P റേഷ്യോ അല്ലെങ്കിൽ ഏതെങ്കിലും ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ PE റേഷ്യോ എന്നുള്ളത് എന്താണ്, നമ്മൾ ഒരു ഭിന്നസംഖ്യയായിട്ട് മാറ്റുകയാണെങ്കിൽ എന്താണ് പി റേഷ്യോ ഡിവൈഡഡ് ബൈ 1 എന്നാണ്. ഏതൊരു സംഖ്യയും ഒരു സംഖ്യയായിട്ട് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു 10 ആണെങ്കിൽ 10/1 ആണ് 10. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇതിനെ നേരെ തിരിച്ചിടണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ 1 മുകളിലേക്കും Pനെ താഴേക്കും ആക്കിയിട്ട് 1/P റേഷ്യോ അതാണ് എന്ത് അതിൻ്റെ റെസിപ്രോക്കൽ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് എന്ത് പി റേഷ്യോൻ്റെ കാര്യങ്ങൾ. പി റേഷ്യോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, KE കണ്ടുപിടിക്കാം. ഇത് ഏത് കമ്പനീസിനാണ് സ്യൂട്ടബിൾ ഫോർ കമ്പനീസ് വിത്ത് സ്റ്റേബിൾ ഇൻകം ആൻഡ് ഇഫ് കമ്പനി അക്രൂസ് ഇൻ ബിസിനസ് സൈക്കിൾ ഇഗ്നോർ ദ എഫക്റ്റ് ഓഫ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ.
അത് ഗ്രോത്ത് കമ്പനീസിനാണ് ഇത് അപ്ലൈ. ഇതൊരു സ്റ്റേബിൾ കമ്പനീസിന് നമ്മൾ EPS നോക്കാം. അതുപോലെ തന്നെ ആ കമ്പനീസ് എന്ത് ചെയ്യണം, ക്യാപിറ്റൽ അപ്രീസിയേഷൻ. ബട്ട് ഇവിടെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഇഗ്നോർ ചെയ്യപ്പെടുന്നു. അങ്ങനെ പറഞ്ഞാൽ ഇവിടെ ഏണിങ്സ് മാത്രമാണ് നോക്കുന്നത്, നമ്മളെ പ്രൈസ് എത്ര കൂടുന്നുണ്ട് എന്നുള്ളത് നോക്കുന്നില്ല, മാർക്കറ്റ് പ്രൈസിനെ കൺസിഡർ ചെയ്യുന്നില്ല. അത് ഡിവിഡൻഡ് മെത്തേഡിലും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പം ഇതിലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ക്യാപിറ്റൽ അപ്രീസിയേഷൻ, അതിനാണ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഇന്ന് 100 രൂപീസിന് ഇൻവെസ്റ്റ് ചെയ്ത ഷെയർ, അതിൻ്റെ പ്രൈസ് ഒരു കൊല്ലം കഴിയുമ്പോഴത്തേക്കും ചിലപ്പം 150 അല്ലെങ്കിൽ 200 ഒക്കെ ആയിട്ടുണ്ടാവും. നല്ല ഗ്രോത്ത് കമ്പനീസ് ആണെങ്കിൽ അത്രയും ഒക്കെ പോയിട്ടുണ്ടാവും. അപ്പം അത്ര ആ ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല ഈ മെത്തേഡ്സിൽ. അപ്പം ഇനി ഏണിങ്സ് പ്രൈസ് അപ്രോച്ച് ചെയ്ത് ഗ്രോത്ത് എന്താണ്, നേരെ ഗ്രോത്തും കൂടി കൊടുക്കുക, അപ്പോൾ കിട്ടി. അപ്പം അങ്ങനെ 4 മെത്തേഡ്സ് കഴിഞ്ഞു. ഇനി അടുത്ത മെത്തേഡാണ് റിയലൈസ്ഡ് ഈൽഡ് അപ്രോച്ച്. ഇതെന്താണ് അപ്രോച്ച്? റിയലൈസ്ഡ് ഈൽഡ് അപ്രോച്ചിൽ എന്താ പറയുന്നത് വെച്ചാൽ, ഇൻവെസ്റ്റർ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ കറണ്ട് ഡിവിഡൻഡ് ആൻഡ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഓവർ എ സ്പെസിഫൈഡ് ടൈം. അതായത് ഇൻവെസ്റ്റർ കറണ്ട് ഡിവിഡൻഡിലും ക്യാപിറ്റൽ അപ്രീസിയേഷനിലും എന്താണ്, ഇൻട്രസ്റ്റഡ് ആണ്. അതായത് നമ്മളൊക്കെ ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ അയാൾ എന്തിലായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുക, ഡിവിഡൻഡിലായിരിക്കും കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുക. ഇനി ഒരു അത്യാവശ്യം കുറച്ചൊക്കെ അറിയുന്ന ആളാണെങ്കിൽ EPS ആയിരിക്കും ഫോക്കസ് ചെയ്യുക. കുറച്ചുകൂടി ഒക്കെ അറിവുള്ള ആളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റിയലൈസ്ഡ് ഈൽഡ് അപ്രോച്ചിലായിരിക്കും ഫോക്കസ് ചെയ്യുക. അതായത് ജസ്റ്റ് ഡിവിഡൻഡും അല്ലെങ്കിൽ ഇൻകം മാത്രമല്ലാതെ അതിൻ്റെ പ്രൈസ് കൂടുന്നതും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് പറ്റിയതാണ് എന്ത്, റിയലൈസ്ഡ് ഈൽഡ് അപ്രോച്ച്. റിയലൈസ്ഡ് ഈൽഡ് അപ്രോച്ചിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, KE is equal to D1 plus P1 minus P0 divided by P0. എന്താണ് ഇക്വേഷൻ? D1 എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് എൻഡ്, അതായത് ഇയർ എൻഡിൽ വരാൻ പോകുന്ന ഡിവിഡൻഡ്. നമ്മൾ കഴിഞ്ഞ ഡിവിഡൻഡ് അല്ല നോക്കേണ്ടത്, കാരണം കഴിഞ്ഞ ഡിവിഡൻഡ് നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ഇനി വരാൻ പോകുന്ന ഡിവിഡൻഡാണ് നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുക. അപ്പം ഡിവിഡൻഡ് അറ്റ് ദ എൻഡ്. ഇനി പിന്നെന്താ, P1 എന്താണ്, പ്രൈസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ആണ്. അറ്റ് ദ എൻഡ് P0 എന്താണ്, പ്രൈസ് നൗ, കറണ്ട് മാർക്കറ്റ് പ്രൈസ്. അപ്പം ഇതെന്താണ്, ഇതാണ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ. പ്രൈസ് അറ്റ് ദ എൻഡിൽ നിന്ന് പ്രൈസ് അറ്റ് നൗ. അതായത് ഇപ്പം 100 രൂപീസ് ഉള്ള ഷെയർ ഒരു 150 രൂപീസായി മാറി. അപ്പം 50 രൂപീസ് ആണ് എന്ത്, ക്യാപിറ്റൽ അപ്രീസിയേഷൻ. അതാണ് ഇവിടെ വരിക, 50 രൂപീസ്. P0 ഇപ്പോൾ കറണ്ടായിട്ട് എത്ര പ്രൈസാണ് ഇതിനുള്ളത് എന്നുള്ളതാണ് P0. ഇപ്പോൾ നമ്മൾ ഇക്വേഷൻ ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഒരു കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർഡ് ₹10. Dividend declared at the end of the year ₹10. Current price 100. Year end price 50. Sorry, 150. Find the KE of share. ഷെയറിൻ്റെ KE കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? എ കമ്പനി ഡിക്ലെയർഡ് ഡിവിഡൻഡ് ₹10 at the end of the year.
അതായത് വരാൻ പോകുന്ന വർഷത്തിലേക്ക്, വരാവുന്ന വർഷമല്ല, ഈ വർഷത്തെ ഡിവിഡൻഡ് ലാസ്റ്റിലേക്കാണ് ചെയ്യുക. അപ്പം അടുത്ത ഇയറിലാണ് നമുക്ക് കിട്ടുക. അടുത്ത ഇയറിലല്ല, ഈ ഇയറിൻ്റെ എൻഡിലാണ് നമുക്ക് എന്ത് ചെയ്യുക, ഡിവിഡൻഡ് കിട്ടുക. ഈ ഇയറിൻ്റെ ഡിവിഡൻഡ് ആയിരിക്കും നമ്മൾ ഇപ്പം ഇൻവെസ്റ്റ് ചെയ്താൽ എൻഡിലേക്കാണ് കിട്ടുക. അപ്പോൾ ആ ഇയറിലുള്ള ഡിവിഡൻഡ് KE ഈസ് ഈക്വൽ ടു ₹10 പ്ലസ് P1. P1 എന്ന് പറഞ്ഞാൽ ഇയർ എൻഡിൽ വരുന്ന നമ്മളെ പ്രൈസ്. ഇയർ എൻഡിൽ എത്രയാണ് പ്രൈസ്? 150 ആണ്. ഇപ്പം കറണ്ട് പ്രൈസ് 100 ഹോൾ ഡിവൈഡഡ് ബൈ P0, അതായത് കറണ്ട് പ്രൈസ് 100. സോ 60/100 ഇസ് ഈക്വൽ ടു 60% ആണെന്ത് KE വരുന്നത്. ഇത്രക്കൊന്നും KE സാധാരണ കേസ് വരില്ല, എന്നാലും ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത് അതിനെ കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് മനസ്സിലായോ? എന്താണ് സംഭവം, എങ്ങനെയാണെന്ത് റിയലൈസ്ഡ് yield അപ്രോച്ച്, അതായത് ഏണിങ്സ് ഫുള്ളായിട്ട് നോക്കുന്ന. yield എന്ന് പറഞ്ഞാൽ ഏണിങ്സിനാണ് yield എന്ന് പറയുന്നത്. ഏണിങ്സിന് മറ്റൊരു പേരാണ് എന്ത്, yield. ഇതാണ് റിയലൈസ്ഡ് yield അപ്രോച്ച്. ഈ അപ്രോച്ചിലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മെത്തേഡാണ്. ഈ മെത്തേഡ് കുറച്ചുകൂടി എന്താണ്, നമ്മൾ കമ്പനീസിൻ്റെ കേസിലൊക്കെ ഈ മെത്തേഡ് കുറേ കമ്പനീസ് ഫോളോ ചെയ്യാറുണ്ട്. ഈ മെത്തേഡിനെ പറ്റി നമ്മൾ ബിസിനസ് വാല്യുവേഷനിൽ അതുപോലത്തെ സന്ദർഭങ്ങളിലൊക്കെ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മെത്തേഡ് കുറച്ചുകൂടി യൂസ് ചെയ്യുന്നത് കാണാറുണ്ട്. കാരണം ഇത് ബീറ്റ ഒരു ഫാക്ടറൊക്കെ വെച്ചിട്ട് കണ്ടുപിടിക്കുന്നതാണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് മെത്തേഡ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മെത്തേഡ്, CAPM മെത്തേഡ് എന്നാണ് യൂഷ്വലി പറയുന്നത്. ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ KE ഈസ് ഈക്വൽ ടു RF പ്ലസ് ബീറ്റ ഇൻറ്റു RM മൈനസ് RF. RF എന്ന് പറഞ്ഞാൽ എന്താണ്, റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ. അതായത് ഇതിപ്പോൾ ഒരു ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വേണേൽ പറയാം. റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആണ് എന്ത്, RF. KE എന്ന് പറഞ്ഞാൽ RF പ്ലസ് ബീറ്റ. ഈ ബീറ്റ എന്ന് പറഞ്ഞാൽ റിസ്ക് ഫാക്ടർ. ഇതാണ് റിസ്ക് ഫാക്ടർ. ഇനി RM എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് റിട്ടേൺ, അതുപോലെ തന്നെ ഇത് റിസ്ക് ഫ്രീ റിട്ടേൺ. മാർക്കറ്റ് റിട്ടേൺ എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കറണ്ടായിട്ട് മാർക്കറ്റിൽ എത്രയാണോ റിട്ടേൺ കിട്ടുന്നത്. യൂഷ്വലി ഒരു നമ്മൾ സിമിലർ ഇൻഡസ്ട്രിയിൽ എത്രയാണോ റിട്ടേൺ കിട്ടുന്നത് അതാണെന്ത്, മാർക്കറ്റ് റിട്ടേൺ. അപ്പം ഈ ബീറ്റ എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ഇത് ഫൈനലിലാണ് നമുക്ക് ബീറ്റ കണ്ടുപിടിക്കാനൊക്കെ ഉള്ളത്. ഈ ബീറ്റ നമ്മൾ റിസ്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഇത് വേറെ രീതിയിലൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അധികം ആലോചിക്കേണ്ട. ബട്ട് ഇതെന്താണെന്ന് വെച്ചാൽ ഇത് റിസ്ക് ഫ്രീ റേറ്റ്. ഈ ഇക്വേഷൻ എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ KE ഈസ് ഈക്വൽ ടു റിസ്ക് ഫ്രീ റേറ്റ്. അതായത് റിസ്ക് ഫ്രീ ആയിട്ടുള്ള റേറ്റ് എന്തായാലും നമുക്ക് കിട്ടണം. കാരണം ബാങ്കിൽ ഈ പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പം നമുക്ക് ഒരു റിസ്ക്കും ഇല്ലാതെ കിട്ടുന്നതാണ് എന്ത്, റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ. അതായത് ബാങ്കിൽ നമ്മൾ FD ആയിട്ട് ഇട്ടാൽ ഒരു 7% അല്ലെങ്കിൽ 6% നമുക്ക് റിട്ടേൺ കിട്ടും. ആ റിട്ടേൺ എന്താണ് പറയുന്നത്, റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ. ഈ റിട്ടേൺ നമ്മൾ എവിടെ ഇട്ടാലും എന്തായാലും നമുക്ക് കിട്ടണമെന്നാണ് നമ്മളെ ഒരു ഒബ്ജക്റ്റീവ്. കാരണം അത് ബാങ്കിലിട്ടാൽ നമുക്ക് അത്രയും കിട്ടും. പിന്നെ നമ്മൾ വേറൊരു സ്ഥലത്ത് റിസ്ക് എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും കിട്ടണ്ടേ, അപ്പോൾ അത് കിട്ടും. ഇനി പ്ലസ്
ഈ ബീറ്റ എന്ന് പറഞ്ഞാൽ റിസ്ക് ഫാക്ടർ. നമ്മൾ എത്രത്തോളം കമ്പനിയിൽ റിസ്ക് ഉണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഫാക്ടറാണ് എന്ത് ബീറ്റ. റിസ്ക് എത്രയാണ് കമ്പനിയിൽ റിസ്ക്. ഇതിപ്പോൾ ഒരു 1.5 അല്ലെങ്കിൽ 0.5 അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളെ കമ്പനി കൂടുതൽ റിസ്കി ആണെങ്കിൽ 1.5 ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ 0.5 തീരെ റിസ്കി അല്ലെങ്കിൽ 0.5 ഒക്കെ ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് എന്ത് ചെയ്യും, ഈ റിസ്ക് മാർക്കറ്റ് റിട്ടേൺ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു എത്ര ഉണ്ട്, നമ്മൾ സിമിലർ ഇൻഡസ്ട്രിയിൽ കിട്ടുന്ന റിട്ടേൺ എത്ര ഉണ്ട്, ഒരു 10%, ഒരു 12% റിട്ടേൺ കിട്ടുന്നുണ്ട് വിചാരിച്ചോളൂ. അതുപോലെ തന്നെ നമ്മളെ റിസ്ക് ഫ്രീ റേറ്റ് എത്രയാണ്, ഒരു 10% ആണ്, അല്ല ഒരു 8% ആണ്. അപ്പം ഈ 4% ആണ് എന്ത് നമ്മളുടെ എക്സ്ട്രാ നമുക്ക് വേണ്ട റിട്ടേൺ. ഈ എക്സ്ട്രാ വേണ്ട റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഈ മാർക്കറ്റിൽ ഇത്രയും റിട്ടേൺ കൊടുക്കുന്നുണ്ട്, മാർക്കറ്റിൽ ശരിക്കും 12% റിട്ടേൺ ഉണ്ട്. അതിൻ്റെ ബാക്കി 8% കുറച്ചാൽ നമ്മളുടെ റിസ്ക് ഫ്രീ റിട്ടേണിൻ്റെ കൂടെ ഈ 12% എന്ന് പറഞ്ഞാൽ എന്താണ്, 8%ൻ്റെ കൂടെ 4% കൂട്ടിയതാണ്. അതന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ 8%, ആ 8%ൻ്റെ കൂടെ 12% മൈനസ് 8% 4% കൂട്ടിയാൽ 12% ആണ് ടോട്ടൽ വരിക. ബട്ട് ഈ 4% ഓരോ ഇൻഡസ്ട്രിക്കും ആണെങ്കിലും അവിടുത്തെ എന്തുണ്ടാവും, റിസ്കിൽ ഓരോ കമ്പനീസ് തമ്മിലും മാറ്റം ഉണ്ടാവും. അപ്പോൾ ചില കമ്പനീസിൽ റിസ്ക് കൂടുതലായിരിക്കും. അപ്പോൾ അതനുസരിച്ച് ആ റിസ്ക്കും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതാണെന്ത്, റിസ്ക് അഡ്ജസ്റ്റ് ചെയ്താൽ അതിനാണ് ഈ ബീറ്റ. ഈ റിസ്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ബീറ്റ. അപ്പോൾ ഈ ബീറ്റ വെച്ച് റിസ്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി, സാധനം കിട്ടി. എക്സാമ്പിൾ ആയിട്ട് നോക്കാം. കെ ഈസിക്കൽ ടു റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ 8%, അതുപോലെ തന്നെ മാർക്കറ്റ് റിട്ടേൺ അവൈലബിൾ ഇൻ മാർക്കറ്റ് 12%, അതുപോലെ തന്നെ ബീറ്റ എത്രയാണ്, ബീറ്റ ഒരു 1.5. നമ്മളെ കമ്പനി കുറച്ചുകൂടി റിസ്കി ആയിട്ടുള്ള കമ്പനിയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഒരു 1.5 ഒക്കെ വരും. അപ്പോൾ 1.5 ആണ് നമ്മളെന്ത് റിസ്ക് കാറ്റഗറി വരുന്നത്. അപ്പോൾ നമ്മുടെ റിട്ടേൺ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം റിസ്ക് ഫ്രീ റിട്ടേൺ 8% പ്ലസ് ഇനി എത്രയാണ് ബീറ്റ, അതായത് നമ്മൾ റിസ്ക് എത്രയാണെന്നുള്ളത് 1.5, ഇനി 12% മൈനസ് 8% 4% വരും. അപ്പോൾ ശരിക്കുകയാണെങ്കിൽ എന്തുണ്ട്, മാർക്കറ്റിലുള്ള സാധാ റിട്ടേൺ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ബട്ട് ഇവിടെ റിസ്ക് കൂടുതലായതിനെ കൊണ്ട് ഈ റിസ്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താനാണ് എന്ത് ഇങ്ങനെ ഒരു സ്പ്ലിറ്റ് ചെയ്തിട്ട് മാർക്കറ്റിന് റിസ്ക് ഫ്രീ റിട്ടേൺ ആദ്യം എടുത്തിട്ട് അതിൻ്റെ ബാക്കിയുള്ള എമൗണ്ടിൽ റിസ്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നത്. കാരണം മാർക്കറ്റിലുള്ള ആ റേറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതായത് റിസ്ക്കും കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള മാർക്കറ്റ് റേറ്റ് ഇത്രയാണ്. എന്നിട്ട് അപ്പം 8% പ്ലസ് 1.5 into 4 6% ഈക്വൽ ടു 14% ആണ് എന്ത് നമ്മളുടെ കെ വരുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഇതിനെ പറയുന്ന പേരാണ് എന്ത്, റിസ്ക് പ്രീമിയം. ഇതിനെ പറയുന്ന പേരാണ് എന്ത്, റിസ്ക് പ്രീമിയം. ഇത് റിസ്ക് പ്രീമിയം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മളുടെ ഒരു സാധാ മാർക്കറ്റ് റേറ്റ് എത്ര ഉണ്ട് അതിലേക്കൊരു എന്ത് റിസ്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് എന്ത് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മെത്തേഡ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ കാണാം. കാരണം ഈ ബീറ്റ് അല്ലായിരുന്നെങ്കിൽ എന്താണ് കറക്റ്റ് മാർക്കറ്റ് റേറ്റ് ആണ് വരിക. കാരണം ഇപ്പോൾ നിങ്ങൾ റിസ്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചോളൂ. കെ ഈസ് ഈക്വൽ ടു 8% പ്ലസ് റിസ്ക് ഇല്ല, അപ്പോൾ എത്രയാണ് 12% മൈനസ് 8% ഈക്വൽ ടു 8% പ്ലസ് 4% ഈക്വൽ ടു 12%. കണ്ടോ, ഇതിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് ആണ് വരിക. ബട്ട് ഈ ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് വരാതെ കുറച്ച് വ്യത്യാസം വരാൻ കാരണം എന്താ വെച്ചാൽ റിസ്ക് ആണ്. റിസ്ക് എത്രത്തോളം കൂടുന്നു അതിനനുസരിച്ച് എന്ത് ചെയ്യും,
റിസ്ക് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, എക്സ്പെക്റ്റഡ് റിട്ടേൺ കൂടും. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണെന്ത്, റിസ്ക് പ്രീമിയം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റിസ്ക് പ്രീമിയം ഒക്കെ തന്നിട്ട് MCQയിലൊക്കെ ചോദിക്കും. റിസ്ക് പ്രീമിയം ആണെന്ത്, ബീറ്റ ഇൻറ്റു റിസ്ക് റേറ്റ് ഇൻ ദ മാർക്കറ്റ് മൈനസ് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ. ഇനി മാർക്കറ്റ് പ്രീമിയത്തിനാണ് എന്ത് പറയുന്നത്, മാർക്കറ്റ് പ്രീമിയം എന്ന് പറഞ്ഞാൽ റിസ്ക് ഇൻ മാർക്കറ്റ് റേറ്റ് ഇൻ മാർക്കറ്റ് മൈനസ് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ ആണെന്ത്, മാർക്കറ്റ് പ്രീമിയം. ഇത് രണ്ടും മാറിപ്പോരുത്. എക്സാമിന് ചിലപ്പോൾ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അപ്പം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി പോകരുത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. റിസ്ക് പ്രീമിയം എന്ന് പറഞ്ഞാൽ ബീറ്റ ഇൻറ്റു RM മൈനസ് RF. അതായത് എക്സ്ട്രാ വരുന്ന നമ്മളുടെ റിസ്ക് ഫ്രീ റിട്ടേണിനേക്കാളും മാർക്കറ്റിൽ എത്ര എക്സ്ട്രാ വരുന്നുണ്ട് അതിൻ്റെ കൂടെ റിസ്ക് അഡ്ജസ്റ്റ് ചെയ്തത്. മാർക്കറ്റ് പ്രീമിയം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ എത്ര എക്സ്ട്രാ എമൗണ്ട് എക്സ്ട്രാ റിട്ടേൺ വരുന്നുണ്ട്, റിസ്ക് ഫ്രീ റേറ്റിനേക്കാളും എത്ര എക്സ്ട്രാ വരുന്നുണ്ട്, അതാണ് മാർക്കറ്റ് പ്രീമിയം. ഇത് രണ്ടും കോൺസെപ്റ്റ്സ് മാറിപ്പോരുത്. ഇത് നല്ലോണം ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾ ഇതൊന്ന് നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ ഒന്ന് പറഞ്ഞതൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് പഠിക്കുക. എന്നിട്ട് നമുക്ക് ഇക്വേഷൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ ഈ നോട്ടുണ്ട്, CAPM ഈസ് യൂസ്ഫുൾ ഇൻ കാൽക്കുലേറ്റിംഗ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈവൻ വെൻ ദ ഫേം സഫറിങ് ലോസസ്. ഫേം ലോസിലാണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് CAPM യൂസ് ചെയ്തിട്ട് നമ്മളെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ CAPM കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. കാരണം ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാർക്കറ്റിൻ്റെ റിട്ടേൺ ഒക്കെ നോക്കിയിട്ട് നമ്മളുടെ റിസ്ക്കും അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ റിട്ടേണും ഒക്കെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എത്രയാണെന്നുള്ളത് കമ്പ്യൂട്ട് ചെയ്യുന്നത്. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ബാക്കിയുള്ള നമുക്കിതിൻ്റെ ഓരോന്നിനെയും ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്ത് തുടങ്ങാം.